നമ്മൾ എത്ര ശക്തരാണെങ്കിലും ധൈര്യം ക്ഷയിച്ചു പോകുന്ന, ധൈര്യം കുറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ധൈര്യം തരുന്നത് ആരാണ്? ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനുള്ള പശ്ചാത്തലങ്ങളൊന്നുമില്ല. പല പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവരും എതിരായി മാറുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ ധൈര്യം കുറയുമ്പോൾ ശത്രു വലിയ ഭീഷണി മുഴക്കിക്കൊണ്ട് നമ്മെ ആക്രമിക്കാൻ മുതിരുമ്പോൾ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള സമയത്ത് നമ്മെ സഹായിക്കുന്നത് മാനുഷികമായിട്ടുള്ള സഹായം ഇനി നടക്കില്ല എന്ന് കാണുമ്പോൾ നമുക്കറിയാം, അവിടെയാണ് ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നത്. ഇന്ന് കർത്താവ് തരുന്ന സന്ദേശം അതാണ്. 138 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ സന്ദേശം കേട്ട് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നല്ലോ. അനേകം പ്രിയപ്പെട്ടവർ അതിനെ അനുഗ്രഹിക്കപ്പെടുകയും അവർ വിടുവിക്കപ്പെടുന്നതിന്റെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദൈവം ധൈര്യപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. നിങ്ങളെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളാകട്ടെ, തലമുറകൾ വരുത്തി വെച്ച വിനകളാകട്ടെ, വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ, മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ഇനി പിശാചുണ്ടാക്കുന്ന സകല പോരാട്ടങ്ങളാകട്ടെ, അതിനകത്തെല്ലാം പ്രാർത്ഥിക്കുന്നവന് ദൈവം അതിനകത്തൊരു ധൈര്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എത്ര ശക്തനാണെങ്കിലും മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകുന്ന ചില സമയം കടന്നു വരും. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിലപ്പോൾ കരയും നിലവിളിക്കും. അവിടെ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ വരാറുണ്ട്. അവിടെയാണ് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കരം എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഏലിയാവാണ് പഴയ നിയമത്തിലെ ഏറ്റവും ധീരനായ പ്രവാചകന്മാരിൽ ഒരാൾ. അപ്പൊ അദ്ദേഹം ഇസ്രായേൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തീ കൊണ്ട് ഉത്തരമള്ളുന്ന ദൈവമാണ് യഹോവ എന്നൊക്കെ പർവ്വതത്തിന് മുകളിൽ അനേകം അന്യാരാധന പുരോഹിതന്മാരുടെ നടുവിൽ തെളിയിച്ചതാണ്. ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിനെ സേവിക്കുന്ന പ്രവാചകന്മാരുടെ മുമ്പിൽ യഹോവ തീ കൊണ്ട് ഉത്തരമള്ളുന്നതാണ് തെളിയിച്ചതാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തെളിയിച്ചതാണ്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിലെ രാജാവിന്റെ ഭാര്യ ഈ ദൈവന്മാരെയൊക്കെ സേവിക്കുന്ന പശ്ചാത്തലക്കാരിയായിരുന്നു. ആ രാജാവിന്റെ ഭാര്യ, ഞാൻ പറയുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലെ 18-ാം അധ്യായത്തിലെ കാര്യമാണ്. രാജാവിന്റെ ഭാര്യ ഈസബേൽ, ആഹാബിന്റെ ഭാര്യ ഈസബേൽ ഒരു ഭീഷണി, ഞാൻ ഏലിയാവിനെ നാളെ ഈ നേരത്ത് അവനെ കൊന്നുകളയും, അവന്റെ കഴുത്തിൽ തല വെച്ചേക്കില്ല. ആ ഭീഷണി ഏലിയാവ് കേട്ടപ്പോഴേക്കും ഏലിയാവ് ഭയപ്പെട്ടു പോയി, ഓടിപ്പോവുകയാണ്. ആ രാജ്യത്തിന് അടുത്തുള്ള, യഹൂദയ്ക്ക് അടുത്തുള്ള ബേർഷേബ എന്ന് പറയുന്ന മരുഭൂമിയിലെ ഒരു ചൂരച്ചുവയുടെ കീഴിലേക്ക് വന്ന് മരിക്കാനായി ഇച്ഛിക്കുകയാണ്. ഒളിക്കുകയല്ല, മരിക്കാൻ ഇച്ഛിക്കുകയാണ്. അത്രമാത്രം നിരാശയിലേക്ക് അദ്ദേഹം വഴുതി വീഴുകയാണ്. പക്ഷേ അവിടെ അങ്ങനെ ചൂരച്ചുവയുടെ കീഴിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ചിട്ട് അവന് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് അവനെ എഴുന്നേൽപ്പിച്ച് ആഹാരം കഴിപ്പിച്ച് പിന്നീട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് അവനെ നടത്തുന്ന സംഭവമാണ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് അദ്ദേഹം വന്നു കഴിയുമ്പോൾ ദൈവം അവനെ നേരിട്ട് സംസാരിക്കുകയാണ്, അവനോട് നേരിട്ട് ഇടപെടുന്ന ഒരു കാഴ്ചയുണ്ട്. പിന്നീട് അവനെ ദൈവം രാജ്യങ്ങളിലേക്ക് വീണ്ടും അയക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ആഹാബ് കൊല്ലപ്പെടുന്നുണ്ട്, ഈസബേൽ കൊല്ലപ്പെടുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഏലിയാവിനെ ദൈവം അഗ്നി രഥങ്ങളിലും അഗ്നി അശ്വങ്ങളിലും ഒക്കെ ഒരു സ്വർണ്ണ കുതിര അല്ലെങ്കിൽ തീക്കുതിര പോലെ ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം ഇറക്കിക്കൊടുത്ത ഒരു വലിയ തേരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും കാണുന്നത്. അപ്പൊ ഇങ്ങനെയാണ് തന്റെ ഭക്തനെ ദൈവം വിടുവിച്ചത്. അപ്പൊ നിരാശപ്പെടുന്നതൊന്നും അല്ലെങ്കിൽ ഭയപ്പെടുന്നതൊന്നും ഭവിക്കാതെ വണ്ണം, നമ്മൾ ഭയപ്പെടുമ്പോഴല്ലേ നമുക്ക് നിരാശ കയറുന്നത്. ആ ഭയപ്പെടുന്ന ഭവിക്കുകയല്ല, നിരാശ മാറ്റിക്കൂ.
ഇന്ന് നിങ്ങളോട് വ്യക്തമായി പരിശുദ്ധാത്മാവിൽ ആ ദൂത് പറയുമ്പോൾ, എവിടെയൊക്കെയാണ് പിശാച് നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ഹൃദയത്തിലോ ഭീതി വിതച്ചിട്ടുള്ളത്, നിരാശ കൊണ്ടുവന്നിട്ടിട്ടുള്ളത്, ആ വിഷയത്തിൽ നിന്ന് കരകയറിക്കോളം ദൈവം പറയും. അതിൽ നിന്ന് കർത്താവിൽ ആശ്രയിച്ചോ, ദൈവത്തിൽ നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ഒരു ശത്രു നിങ്ങളെ തൊടുകയില്ല. 2 അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിൽ കൊരിന്തിൽ വെച്ച് ഒരു സംഘർഷം ഉണ്ടാകുകയാണ്. പള്ളിയിലുള്ളവരെല്ലാവരും, യഹൂദന്മാരുടെ സിനഗോഗിലുള്ള ആളുകളെല്ലാം കൂടെ പൗലോസിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്ന് പൗലോസിനോട് പറയാണ്, കർത്താവിനോട് പറയാണ്, രാത്രി കർത്താവിനോട് പറയാണ്, നീ ധൈര്യമായിരിക്കും, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട്. ദൈവം അവനെ ശക്തീകരിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മൾ ധൈര്യം ക്ഷയിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ കൈവിടാതെ കൈപിടിച്ച് അത്യുന്നതമായ പാറയിലേക്ക്, മുകളിലേക്ക് തന്നെ നമ്മളെ കൊണ്ട് താഴോട്ട് പോകുന്ന കർത്താവേ, ഞാൻ വീണ്ടും മനസ്സിടിഞ്ഞു പോകുന്നു പറയുമ്പോൾ ദൈവം കൈപിടിച്ച് നമ്മളെ അത്യുന്നതമായ പാറയിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ആമേൻ. 27 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. ഭയപ്പെടേണ്ട, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ ലക്ഷ്യം, എൻ്റെ ദൈവമാണെന്ന് ഞാൻ അവനെ സ്തുതിക്കുമെന്ന് കോരഗോത്രന്മാർ 42 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുക, പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖം പ്രകാശിപ്പിക്കുന്നവനാണ്, നിന്റെ ദൈവമാണെന്ന് ഇനിയും സ്തുതിക്കുക. ഈ ഞായറാഴ്ച ദൈവത്തെ സ്തുതിക്കുക. നിരാശകളെല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തിന് വലിയ പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്, ദൈവത്തിന് വലിയ വിചാരങ്ങൾ നമ്മളെ കുറിച്ചുണ്ട്. അത് മാത്രമേ നടക്കുകയുള്ളൂ. പിശാച് വച്ചിരിക്കുന്ന ഒരു തന്ത്രവും കെണിയും നടക്കുകയില്ല. പിശാച് നമ്മളെ ഭയപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പം ഭയത്തിൽ നമ്മൾ കീഴടങ്ങുമ്പോഴാണ് അവന്റെ തന്ത്രങ്ങൾ പലതും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറിപ്പോകും. വിശ്വാസം നമ്മിലേക്ക് വർദ്ധിക്കുമ്പോൾ ഭയം മാറിപ്പോവുകയാണ്. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മിലേക്ക് വരും. ദൈവ സാന്നിധ്യം നമ്മെ ഉറപ്പിക്കും. ഹല്ലേലൂയ. നിരാശപ്പെട്ട് തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നമ്മളെ ധൈര്യപ്പെടും. ദാവീദ് ബലമില്ലാതാവുവോളം കരഞ്ഞെങ്കിലും, അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 30-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, അവൻ ബലമില്ലാതാകുവോളം കരഞ്ഞു, എന്നാൽ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു, ശക്തിപ്പെട്ടു. ആമേൻ. ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ശക്തിപ്പെടുക. അവൻ തള്ളിക്കളയുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുക. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ദൈവികമായ ധൈര്യവും പ്രത്യാശയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. സകല വിഷയങ്ങളെയും ഭീഷണികളെയും നേരിടുവാൻ, ഏത് മേഖലയിൽ നിന്ന് വന്നാലും നേരിടുവാനുള്ള ദൈവിക കരുത്ത് ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. നിങ്ങൾക്ക് ജയം ദൈവം തരും. നിങ്ങൾ ഇന്ന് നേരിടുന്ന പരാജയ ഭീതികളെ ദൈവം മാറ്റും, ഭീഷണികളെ ദൈവം എടുത്തു കളയും. നിങ്ങൾക്ക് ദൈവം വലിയൊരു ജയം തരും. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച ഞങ്ങൾ ഈ വചനം സ്വീകരിക്കുകയാണ്. ഒരു വിജയത്തിന്റെ ഞായറാഴ്ചയാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഈ മാസത്തിന്റെ ലാസ്റ്റ് സൺഡേയിൽ കർത്താവെ, ഞങ്ങൾ വിജയത്തിന്റെ കർത്താവെ ഒരു ആരാധന, വിജയത്തിന്റെ ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദി. ഈ മക്കളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സകല പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, നിരാശകൾ മാറട്ടെ, ദൈവിക ധൈര്യവും പ്രത്യാശയും നിറയട്ടെ. അടുത്ത മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഈ വചനം കർത്താവെ മുഴങ്ങി ചെല്ലുന്നിടത്തെല്ലാം ദൈവിക ധൈര്യം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. നമുക്ക് ഓൺലൈൻ വർഷിപ്പ് രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഉണ്ട്. 1 മണിക്കൂറത്തേക്ക് വർഷിപ്പും വചന ശുശ്രൂഷയാണ്. നിങ്ങൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ദൂതുകൾ, സന്ദേശമൊക്കെ അതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ നിങ്ങൾക്ക് അതിൻ്റെ സൂമിലൂടെയാണ്. അതിൻ്റെ ID ലിങ്കും പാസ്വേഡൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. വലിയൊരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് സൺഡേ.